നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നല്ലൊരു വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ടെന്നല്ല നമ്മളെ ലാഭത്തിൻ്റെ പഴുക്കാൻ വേണ്ടി എൻ്റെ മോക്ക് വെറിയാന്ന് പഴുക്കാൻ വെച്ച് പഴുത്തു. ഇങ്ങനത്തെ കാറ്റിന് പറിക്കാൻ കഴിയായിട്ട് കൊമ്പ് പൊട്ടി വീണു. അതുകൊണ്ട് എടുത്തവിടെ കൊണ്ടച്ചിരി പഴുത്തു. അപ്പൊ ഇത് പറയല്ലേ നമ്മളെ കൊറേ ആഗ്രഹിച്ചാല് പ്രകൃതി വരെ കൂട്ടുന്നു. അതുപോലെ തന്നെ ഇത് മേലെ എങ്ങനെ പറിക്കല് ഒന്നിട്ട് എത്തൂല. ഇത് കൊക്കെ കെട്ടിയാലും എത്തൂല. അത്രക്ക് മുകളിലാണ് ഇത് സാധനം ഉണ്ടായിരുന്നു. അപ്പൊ മിഞ്ഞാത്ത ഒരു കാറ്റിനത് കൊമ്പ് പൊട്ടി താഴെ വീണ്. ഞാൻ പറഞ്ഞു ആ കൊമ്പ് മുറിച്ചായിരുന്നു എന്നാലും ആ ചക്ക വേണമെന്ന്. അപ്പൊ അത് മൂത്ത ചക്കയാണ്. അപ്പൊ ഇതാ പഴുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എടുക്കലാന്ന് ഇതിനെക്കൊണ്ട് ഇന്ന് ഞാനൊരു ഇഡ്ഡലി ആക്കാൻ വേണ്ടി പോന്ന്. ഇനിയിപ്പോ ഇത് തേച്ച് നമുക്ക് അപ്പം ആക്കാൻ കഴിയില്ലെങ്കിൽ ബാക്കി നമുക്ക് വേവിച്ചിട്ട് ജാമും പോലെ ആക്കി പാട്ടിൽ വെച്ച ഇടക്കിടക്ക് എടുത്ത് തിന്നാം. അപ്പോൾ തേങ്ങാക്കൊത്തും മുന്തിരിയെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം, മിക്സ് ആക്കാം. അപ്പോൾ ഞാൻ ഒരു തട്ട് വെച്ചിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അതായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെല്ലിയിട്ട് ഇഡ്ഡലി കഴിക്കാം. മധുര ഇഡ്ഡലിയാണ്. കുറച്ചും കൂടി അരിപ്പൊടി വേണം. ഇപ്പൊ നമ്മള് കൂട്ടിയ വാടല്ലേ, കുറച്ച് നേരം അത് കൂട്ടും ഇതാവണം. കുറച്ച് നേരം അടുപ്പത്തുനിന്ന് വേകാൻ വല്ലൊരു സമയം കൊടുക്കണം. അതുകൊണ്ടാന്നത് അങ്ങനെ. അത് ഒരു സ്പൂൺ അരിപ്പൊടി കുറഞ്ഞു പോയിനെന്ന് എനിക്ക് തോന്നിന് അന്നേരെ. അതുകൊണ്ട് ശരിയാണ് പൊടി ഇട്ട ശേഷം മോളെ എന്നിട്ട് കോരി തൊട്ടിട്ട് അവിടെ വെക്ക്, അടിപൊളിയായിരിക്കും. കുറച്ച് അരിപ്പൊടി കുറഞ്ഞു പോയി. അപ്പോൾ ഇന്നലെ നമ്മൾ ആക്കിയ ചക്ക ഇഡ്ഡലിയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ നേരം വൈകിയൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ തണിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ നമ്മൾ 1-2 കഴിച്ചു. അപ്പോൾ നമുക്ക് കാണിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട്. ഇത് തരിയിലാങ്കിൽ ഇന്നും പിടിച്ചാൽ കിട്ടൂല. നല്ല തെരിപ്പായിട്ട് നല്ല രസമുണ്ടാവും. എന്തിനാ ഇങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാല് പണി കുറക്കാൻ വേണ്ടിട്ട്. ആഴ്ചപ്പലം പറിച്ചു കൊണ്ടുവന്ന് തിരിച്ച് പിരിച്ചെല്ലാം കൂടി അതിന്റെ മൂലയെല്ലാം കെട്ടുമ്പോ പാട് സമയമാവും. അപ്പോഴൊക്കെ ഇത് ആയി തിന്നാ. അതുകൊണ്ട് ഇഡലി വരത്തിട്ട് വെച്ചാല് അടിപൊളിയാണ് കേട്ടാ ഈ അപ്പം.